ഹായ്. അപ്പം നിങ്ങൾക്ക് എക്സാം തുടങ്ങാറായിരിക്കുവാണ്. നമ്മൾ കുറേ നാളായിട്ട് എനിക്കത് ഓണം കഴിഞ്ഞപ്പോൾ തൊട്ട് ക്രിസ്മസ് എക്സാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്മസ് എക്സാം ഉടനെ എത്തും. ഫുള്ള് ഡേറ്റ് മാറാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോകണം. വെറുതെ ഇനി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് മിസ്സ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 1 മാർക്കിന് ഇതുവരെ ഒരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് 2-3 വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഇതറിയാം എന്നുള്ളത്, അപ്പോൾ എത്രത്തോളം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 10 ക്വസ്റ്റ്യനിൽ 8 എണ്ണം കറക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ 6 എണ്ണം കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഏത് ചാപ്റ്ററാണ്? തേർഡ് ചാപ്റ്റർ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ച് പോകാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് ദ ടൈം ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് ഫൗണ്ട് അപ്രീഷിയേറ്റഡ് ബൈ 20%. ഓക്കെ, അപ്പോൾ റീവാല്യൂ ചെയ്തപ്പോഴത്തേക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ 20% കൊണ്ട് കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് ജേർണൽ എൻട്രി വിൽ ബി പാസ്ഡ് ഫോർ ദി എബവ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു റീവാല്യുവേഷൻ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ജേർണൽ എൻട്രി എന്തായിരിക്കും റീവാല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ജേർണൽ എൻട്രി എന്താണെന്നുള്ളതാണ്. ഈ ചാപ്റ്ററിലാണെങ്കിലും നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട റീവാല്യൂഷൻ, ജനറൽ റിസർവ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ്. ഓക്കെ, 1 മാർക്കിനല്ല എന്നുണ്ടെങ്കിൽ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ അത് ചോദിക്കും. ഇതിപ്പോൾ 1 മാർക്കിന് ചോദിച്ചേക്കുവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന്, ഞാൻ കുറച്ചൊരു ടൈം തന്നെ ജേർണൽ എൻട്രി ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നിങ്ങൾ എടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ഉത്തരം കാണിക്കാൻ പോവാണ്. ഓക്കെ, അതിന് ഉത്തരം വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ഡെബിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഇവിടെ അപ്രീഷിയേറ്റ് ആയിക്കോ, കൂടിയേക്കുവാണ്. കൂടുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെഫിനറ്റ്ലി അതിന് ഡെബിറ്റ് ചെയ്യുമല്ലേ. അപ്പം അതിൻ്റെ ജേർണൽ എൻട്രി വരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ എന്നുള്ളതാണ്. ഇവിടെ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, പെർസെൻറ്റേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എമൗണ്ട് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഈ പറയുന്ന ജേർണൽ എൻട്രി എഴുതുന്നതിനാണ് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The ratio in which the continuing partners share the profit of the outgoing partner is called. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പം ഇതിപ്പോൾ തേർഡ് ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ തേർഡ് ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾ സംഭവം എല്ലാ ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് കൺഫ്യൂഷൻ ആവരുത്. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സംഭവം തന്നെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എന്ന് കാണുമ്പോഴേ മനസ്സിലായിക്കണം ഇത് ഏത് ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ട്ണറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. എന്ത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്, ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ അല്ല. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇത് റിട്ടയർമെൻ്റ് ആണ്. അപ്പോൾ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഏത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏത് റേഷ്യോയിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്? യെസ്, നിങ്ങൾ ഉത്തരം കിട്ടിക്കാണുമായിരിക്കും, പറഞ്ഞാണായിരിക്കും. ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകാൻ ഗെയിനിങ് റേഷ്യോ ആണ് അല്ലേ. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരാൾ മരിച്ചു പോയി അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഗെയിനിങ് റേഷ്യോയിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓഫ് എ പാർട്ട്നർ ഷെയർഡ് ബൈ. ഓക്കെ, ഇത്തിരി നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ ഓക്കെ റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആരൊക്കെ ചേർന്നാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്, ഡിസീസ്ഡ് പാർട്ട്ണർ, ഇൻകമിങ് പാർട്ട്ണർ, ഓൾ ഓഫ് ദീസ്. ആക്ച്വലി പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് ഡിസീസ്ഡ് പാർട്ട്ണർ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ആക്ച്വലി ഓൾ ഓഫ് ദീസ് ആണ്. കാരണം റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് എല്ലാ പാർട്ട്നേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. എല്ലാ പാർട്ട്നേഴ്സിനും അത് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ഡിവൈഡ്
ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഇൻകമിങ് പാർട്ട്ണർ ഇവിടെ വരുന്നില്ലല്ലേ. അപ്പോൾ ഇൻകമിങ് പാർട്ട്ണർ വരത്തില്ലല്ലോ, അപ്പോൾ ഡിസീസ് പാർട്ട്ണർ ആയിരിക്കുമല്ലോ കുറച്ചുകൂടെ കറക്റ്റ് എന്നുള്ളതായിരിക്കാം നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ആൻസർ കീയിലും ഇതിലെല്ലാം കൊടുത്തേക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദീസ് ആണ്. എക്സാക്ട്ലി പറഞ്ഞാൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സും ഡിസീസ്ഡ് പാർട്ട്നേഴ്സും ഇവർക്ക് രണ്ടുപേർക്കും അത് ഷെയർ ചെയ്ത് പോകും എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ആൻസർക്ക് വന്നേക്കുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇൻകമിങ് പാർട്ട്ണർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഓൾ ഓഫ് ദീസ് എന്നുള്ള കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതാം. പക്ഷെ നോ ഇഷ്യൂ, നമ്മൾ ആൻസർ കീ പ്രകാരം നമ്മൾ പോവുകയാണ്, ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. On retirement of a partner, the amount of general reserve is transferred to all partners' capital account in. Okay, retirement നടക്കുന്ന സമയത്ത് നമ്മൾ ജനറൽ റിസർവ്, ഓക്കെ, ജനറൽ റിസർവ് എല്ലാ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ക്യാപിറ്റൽ റേഷ്യോ, ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ എന്നുള്ളതാണ്. ഓക്കെ, അത് ഏത് റേഷ്യോയിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണുമായിരിക്കും, ഓർമ്മ ആയി കാണുമായിരിക്കും. ഒന്ന് കളക്ട് ചെയ്തെടുത്താൽ മതി. ഉത്തരം വരുന്നത് ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഇത് വേറൊരു ട്രിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത് പറയുമ്പോൾ റിട്ടയറിങ്ങും അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് എല്ലാവരെയും ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് റേഷ്യോ ആയിരിക്കും വരുന്നത്? ഓൾ റേഷ്യോ വരത്തുള്ളൂ. ഗെയിനിങ് റേഷ്യോ വരൂ ഇല്ല. ഗെയിനിങ് റേഷ്യോ വരാത്തതിൻ്റെ റീസൺ എന്താണ്? ഈ പറഞ്ഞ പോലെ റിട്ടയർ ആയി പോകുന്ന പാർട്ണർ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആ ഗെയിനിങ് റേഷ്യോയിൽ വരുന്നില്ല അല്ലേ. ന്യൂ റേഷ്യോയിലും റിട്ടയർമെന്റ് അല്ലെ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ വരുന്നുണ്ടോ, അല്ലെ ഡെത്ത് സംഭവിച്ച പാർട്ട്ണർ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ പാർട്ട്ണറിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് അത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് റേഷ്യോയിലായിരിക്കും? ഓൾഡ് റേഷ്യോയിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിച്ചോണം എന്ത് റേഷ്യോയിലായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്? ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കുറേ പ്രാവശ്യം മൂന്ന് വർഷത്തെ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കുറേ പ്രാവശ്യം ചോദിച്ചേക്കുന്നത് കൊണ്ട് അതെല്ലാം കൂടെ കിടന്ന് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് 3 വർഷത്തെ ചേർത്തിട്ടേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ഓക്കെ, അനിൽ, ബിജു ആൻഡ് ചിത്ര വെ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 5:4:3. ബിജു റിട്ടയർഡ് ഫ്രം ദി ഫേം. ഓക്കെ, ഗെയിനിങ് റേഷ്യോ ഓഫ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് വിൽ ബി. ഗെയിനിങ് റേഷ്യോ എത്ര ആണെന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഭവമാണ്. വലിയ പ്രോബ്ലത്തിലൊന്നും ചിലപ്പോൾ ഇത് വരത്തില്ലായിരിക്കും. പക്ഷെ ഇത് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന? ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്ര ഞാൻ കാണിച്ചു, നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലേ. ഓക്കെ, ABC എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം 5:4:3. ഇതിൽ ആരാണ് റിട്ടയർ ആവുന്നത്? ബി ആണ് റിട്ടയർ ആയി പോകുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി എത്ര ആണുള്ളത്? 5:3. ഇതാണ് ന്യൂ റേഷ്യോ. ഈ കേസിൽ വരുമ്പോൾ ന്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു ഗെയിനിങ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 5:3 ആണ്. ഓക്കെ, ഉത്തരം വരുന്നത് 5:3 ആണ്. കൺഫ്യൂഷൻ ആവരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അത് ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്ന പാർട്ട്ണർ കട്ട് ചെയ്ത് കളയുക. ബാക്കി വരുന്ന റേഷ്യോ ആയിരിക്കും ന്യൂ റേഷ്യോ. അങ്ങനെ ന്യൂ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ന്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു ഗെയിനിങ് റേഷ്യോ ആണ്. ഓക്കെ, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്ത നോക്കാം. ദ ബാലൻസ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ ഇസ് ട്രാൻസ്ഫേർഡ് ടു. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ടിൽ ബാലൻസ് വരുന്ന എമൗണ്ട് നമ്മൾ എവിടോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് മുന്നേ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. അതാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. റിവാലുവേഷനിൽ ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ആർക്കൊക്കെ കൊടുക്കും? എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കും അല്ലേ. റിട്ടയർ ആവുന്ന പാർട്ട്ണർ, ഡെത്ത് സംഭവിക്കുന്ന പാർട്ട്ണർ, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും. അത് ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്? ഓൾഡ് റേഷ്യോയിലാണ്. സോ അതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത്? യെസ്, എ, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ. എല്ലാ പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. X, Y, and Z were partners in a firm with profit sharing ratio 5:3:2. If X retires from the firm, the new ratio will be. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. നേരത്തെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ന്യൂ റേഷ്യോ ആണ്. ഓക്കെ, മറ്റേടത്ത് നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഗെയിനിങ് റേഷ്യോ ചെയ്തു. ഇവിടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണ ന്യൂ റേഷ്യോനെ കണ്ടുപിടിച്ചാൽ മതി. എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? X, Y, Z 5:3:2. ഇതിൽ ആരാണ് റിട്ടയർ ആയി പോകുന്നത്? എക്സ് റിട്ടയർ ആയി പോകുന്നതുകൊണ്ട് എക്സിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ ആകുമ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 3:2 ആയിരിക്കും. ഓക്കെ, ഇതും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് ഒന്നുമില്ല, അതിനെ കട്ട് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. ബാക്കി വരുന്നതാണ് ന്യൂ റേഷ്യോ ആണെങ്കിൽ ഗെയിനിങ് റേഷ്യോ. ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? എ ആണ്, 3:2. അടുത്ത നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ ഡിസീസ്ഡ് പാർട്ട്ണർ ഇസ് ട്രാൻസ്ഫേർഡ് ടു us. ഓക്കെ,
കേസ് ഓഫ് ഡെത്ത് ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അയാൾ മരിച്ചുപോയി അയാളുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ആ ഒരു എമൗണ്ട് ആരുടെ അക്കൗണ്ടിലോട്ടായിരിക്കും മാറ്റുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സിക്യൂട്ടേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട്, എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. കാരണം എക്സിക്യൂട്ടേഴ്സ് ഉള്ളതാണ് വരുന്നതെന്നുള്ളത്. ആൾ മരിച്ചുപോയപ്പോൾ അയാളുടെ ഇതിലോട്ടല്ല മാറ്റുന്നത്, എക്സിക്യൂട്ടേഴ്സിനാണെന്നുള്ളതാണ്. പിന്നെ അതിലേതാണെന്നുള്ളതായിരിക്കും ഡൗട്ട്. അതിലേതാണ് വരുന്നത്? എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. when a partner retires, any loss on revaluation of asset and liabilities is. ഓക്കെ, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി കഴിയുമ്പോൾ റീവാലുവേഷൻ വരുമ്പോൾ എന്തെങ്കിലും റീവാലുവേഷൻ ലോസ് ആണ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റഡ് ടു റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതിന്റെ ഉത്തരം വരുന്നത് ആക്ച്വലി നമുക്ക് എന്താണ്? സി ആണ്, ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. ഓക്കെ, റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ നമ്മൾ ആർക്കാണ് അത് ഡെബിറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ എല്ലാ പാർട്ട്നേഴ്സിനും, റിമൈനിങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സും അതേപോലെ റിട്ടയർ ഡെത്ത് സംഭവിച്ച പാർട്ട്ണർക്കും നമ്മളത് കൊടുക്കും. ആൻഡ് ഏത് സൈഡിലാണ് ചെയ്യുന്നത്? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഇത് കാരണം എന്താണ്? ലോസ് ആയതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്, അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. സോ ഇറ്റ് ഇസ് ഡെബിറ്റഡ് ടു ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, സോറി, ഇറ്റ് ഇസ് ഡെബിറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ ഇസ് ട്രാൻസ്ഫേർഡ് ടു. ഓക്കെ, എമൗണ്ട് ലാസ്റ്റ് നമ്മളൊരു എമൗണ്ട് കൂട്ടും അല്ലേ, എത്ര രൂപ അയാൾ കൊണ്ടുപോവാണ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് കൊണ്ടുപോവാണ്, അത് എവിടോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൻ്റെ ഉത്തരം വരുന്നത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഇത് നമുക്ക് ഏകദേശം അറിയായിരിക്കും, കാരണം നമ്മൾ ലോൺ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഐഡിയ കാണും എന്നാണ് വിശ്വാസം. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ പോലെ മറക്കരുത്, നിങ്ങൾ ചെയ്ത് വെച്ചതിൽ നിന്ന് എത്ര ഉത്തരം കിട്ടി, എത്ര കറക്റ്റ് ആക്കാൻ പറ്റി എന്നുള്ളത് അത് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് മീൻസ് തിയറി, ചിലർ പറയും തിയറി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ നമ്മൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ബൈ.